വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ പഴം പൊരിയുടെ റെസിപ്പി കാണാം. പഴം പൊരി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഉപയോഗിക്കുന്ന എല്ലാം സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പും സ്പൂണുമാണ്. ഈ ഒരു കപ്പിൽ 1/4 കപ്പ് മൈദാമാവാണ് എടുത്തേക്കുന്നത്. ബോളിലേക്ക് ഇടാം. അതേപോലെ 1/4 കപ്പ് അരിപ്പൊടി, നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന പൊടി, പത്തിരിപ്പൊടി പോലെ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളവും കുറച്ച് എക്സ്ട്രായും കൂടെ ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കൂടെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. ഈ ഒരു അയവില കിട്ടിയേക്കുന്നത്. നമുക്ക് എണ്ണ ചൂടാക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കുക്ക് ചെയ്യാനായിട്ട്, ഫ്രൈ ചെയ്യാനായിട്ട്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം. വെളിച്ചെണ്ണയാണ് എപ്പോഴും ടേസ്റ്റി. ഈ മിക്സറിലേക്ക് നമുക്ക് കുറച്ച് എള്ളും കൂടെ മിക്സ് ചെയ്യാം. നമ്മളിതിന് മുമ്പ് പഴംപൊരിയുടെ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ മഞ്ഞളൊന്നും ഇടാതെ ഒരു റെസിപ്പി ആയിരുന്നു, എള്ളും ഒന്നും ചേർക്കാതെ. ഇത് നമ്മൾ ഇച്ചിരി കടകളിലൊക്കെ കിട്ടുന്ന, ചായക്കടകളിലൊക്കെ കിട്ടുന്ന ഒരു സ്റ്റൈലാണ്. വെള്ളം നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് ഇടാം. 2 ടീസ്പൂൺ തൊട്ട് 3 ടീസ്പൂൺ വരെയൊക്കെ ഇടാം. ഞാൻ 2 ടീസ്പൂൺ എള്ളാണ് ചേർത്തേക്കുന്നത്. എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ഏത്തക്ക റെഡിയാക്കി എടുക്കാം. എപ്പോഴും നാടൻ പഴമാണ് ഏത്തക്കാപ്പം ഉണ്ടാക്കാൻ നല്ലത്. രണ്ടായിട്ടോ 3ആയിട്ടോ കീറാം. ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ടേൺ ചെയ്യാം. ഗോൾഡൻ ബ്രൗൺ ആയി ടേൺ ചെയ്യാം. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. മീഡിയം ഹൈ മാറി മാറി ഇടുക. ഒത്തിരി കരിയുന്നെന്ന് തോന്നുമ്പോൾ തീ കുറയ്ക്കുക, മീഡിയത്തിലാക്കുക. ഒത്തിരി ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ എണ്ണ വല്ലാണ്ട് കുടിക്കും. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളറായി നമുക്ക് എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഏത്തക്കാപ്പത്തിന് ഉണ്ടാക്കിയ ബാറ്റർ ഒരു 3/4 കിലോ ഏത്തക്കായ്ക്കുള്ളതാണ്. 6 ഏത്തയ്ക്കുള്ള ഒരു ബാറ്ററാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത്. ചൂടോടെ നല്ല ക്രിസ്പി ആയിരിക്കും. എപ്പോഴും ചൂടോടെ സെർവ് ചെയ്യുക. എപ്പോഴും ഓർക്കുക, ബാറ്റർ ഒത്തിരി അയിന് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് മൈദയായിട്ട് നമുക്ക് തിക്കാക്കി എടുക്കാം. അല്ലെങ്കിൽ ഒത്തിരി തിക്കാൻ തോന്നുവാണെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള നമ്മൾ കാണിച്ച പരുവത്തിൽ അയച്ചെടുക്കുക. അങ്ങനെയാണെല്ലാം ക്രിസ്പി ആയിട്ട് ഏത്തക്കാപ്പം ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.